ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ BA പഠിച്ചതിന് ശേഷം കോയമ്പത്തൂരിൽ പോയി. BA ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ് അവളുടെ കല്യാണം ആവുന്നത്. അത് കഴിഞ്ഞിട്ട് അവളെ മീറ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് 2 കുഞ്ഞുങ്ങളായി, എനിക്കൊരു കുഞ്ഞായി. അപ്പോൾ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. ഇന്ന് ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം 9 വർഷങ്ങൾക്ക് ശേഷമല്ലേ കാണണം. അങ്ങനെ ഞാൻ നേരെ മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവൾ കരിങ്കല്ലെന്നാണ് വരുന്നത്. അപ്പോൾ ദേ വരുന്നു അവൾ കുഞ്ഞുമായിട്ട് ഇതാ വരുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം കണ്ടതിൽ. 9 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ കണ്ട് നേരെ ഒരു ചർച്ചിൽ പോയി. ഞങ്ങളുടെ ആ ചൈൽഡ്ഹുഡ് അല്ലല്ലോ, ഞങ്ങളിങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ ടൈമിലെല്ലാം എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഇവളുടെ വീട് വരുന്നത്. അപ്പോഴത്തേനും ഞങ്ങൾ പുറത്തൊക്കെ പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ മാർത്താണ്ഡ സൈഡിലോട്ടാണ് വരുന്നത്. വന്നിട്ട് ഞങ്ങളുടെ ഇവിടെയാണ് കുറേ സമയം സ്പെൻഡ് ചെയ്യാറ്. കുറേ ഫോട്ടോസും എടുത്ത് ഇവിടെ ഇരുന്ന് കളിയും തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാറ്. നേരത്തെയൊക്കെ ഈ ചർച്ചിനകത്തൊക്കെ അലോട്ട് ചെയ്യുമായിരുന്നു, പ്രെയർ ചെയ്യാനുള്ളവർക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ടൈമിംഗ് ഉണ്ട്, ഒരു 4 മണിക്ക് ശേഷം അവർ കയറ്റുള്ളൂ, അതിന് മുമ്പേ കയറ്റത്തില്ല. കാരണം തൊട്ടടുത്ത് കോളേജൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർ എന്തോ ഇഷ്യൂസൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് മോർണിംഗ് ആരെയും അലോട്ട് ചെയ്യാത്ത. 4 മണിക്ക് ശേഷം എല്ലാവർക്കും കയറാമെന്നാണ് പറയുന്നത്. സമയം നമുക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ സമയം സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ. 9 വർഷമല്ലേ, 9 വർഷം കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവളുടെ മോനാണെങ്കിൽ അവിടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്ഥിരം വന്നിരുന്ന് സംസാരിക്കാറുള്ള ചർച്ച്. അപ്പോൾ കാണാൻ അടിപൊളിയല്ലേ, ഇവിടെ ചുറ്റും കാണാൻ നല്ലൊരു ഇവിടെ കൂടെ ഒത്തിരി ആൾക്കാരിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒന്ന് ചുറ്റിയൊക്കെ ഇങ്ങനെ നോക്കി. അടിപൊളിയാണ് കാണാൻ, ചർച്ചിനെ കാണാൻ അടിപൊളിയാണ്. പിന്നെ നല്ലൊരു നിഴലും ഉണ്ടായിരുന്നു, നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ നല്ലൊരു വൈബായിരുന്നു. അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്ത്. ഇതാണ് ഞാൻ പിന്നാക്കി പോവുകയാണ് കേട്ടോ. ഇത് മുഴുവനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇതാണ് ചർച്ച്, കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ 9 വർഷങ്ങൾക്ക് മുൻപ്, അവളുടെ കല്യാണത്തിന് മുൻപ്, എൻ്റെ കല്യാണത്തിന് മുൻപ് ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമായിരുന്നു. ഇച്ചിരി ടൈം കിട്ടുകയാണെങ്കിൽ ചർച്ചിനകത്ത് കയറുമായിരുന്നു. ഇപ്പോൾ കയറാൻ പറ്റിയില്ല. സംഭവം ഞങ്ങൾ ഇവിടെ പാർക്ക് പോലത്തെ സംഭവമുണ്ട്. ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. അവളും ഇരിക്കുകയാണ്, അവളുടെ കുഞ്ഞ്, അവൾ ഫോണിൽ നോണ്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ട് 1 മണി സമയം പോയത് അറിഞ്ഞില്ല. അമ്മാതിരിയാണ് സമയം പോയത്. അപ്പം ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അവൻ കട്ട വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് വന്നു. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബേസിക്കലി ഞാൻ തമിഴ്നാട് സൈഡ് പോവുകയാണെങ്കിൽ ബിരിയാണി പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എവിടെ പോയിരുന്നാലും ബിരിയാണി തന്നെ ഞാൻ പ്രയോറിറ്റി കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത്. അവൾക്കുള്ള ബിരിയാണി ഇത് കണ്ട, ലെഗ് പീസൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ളതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ബിരിയാണി. പക്ഷേ എന്തോ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയത് കൊണ്ട് ഫുഡൊന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് വിശപ്പ് കാരണമോ എന്താണെന്നറിയില്ല, ഫുള്ള് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സ്വാദുണ്ടായിരുന്നു, ആസ്വദിച്ച് കഴിച്ചോന്ന് ചോദിച്ചാൽ അതിനുള്ള സമയമുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഒരു ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സംഭവം, നല്ല കാണാൻ കൊള്ളാമല്ലേ, ഗ്ലാസ്സൊക്കെ അടിപൊളി. അപ്പോൾ ലൈം ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ ഇനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങളിത് കഴിച്ചിട്ടിനി കുറേ സമയമെടുക്കും, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി സമയമെടുത്ത് ഞങ്ങളിത് ഒന്ന് കഴിച്ച് ഫിനിഷ് ചെയ്തു. ഇനി അവൾക്ക് കുറേ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച്
മാലയൊക്കെ കമ്മൽ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മേടിക്കുക അത് മേടിക്കുമെന്ന്. എന്നാലും അവളെ ചോയ്സിന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ കുറേ തിങ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നല്ല കമ്മലാണ് കേട്ടോ, എല്ലാം സ്റ്റഡായിരുന്നല്ലോ. എല്ലാം 40 രൂപ മാത്രം കേട്ടോ, ഏതെടുത്താലും 40 രൂപയാണ്. പക്ഷെ സംഭവം കൊള്ളായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈയിടെ തന്നെ നമ്മൾ കുരിശുമല സീസണിൽ പോയിട്ട് മേടിച്ചത്, അതുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ എടുത്തിട്ടുണ്ടായിരുന്നു കമ്മലെല്ലാം കാണാൻ കൊള്ളായിരുന്നു. ഒരു വെറൈറ്റി മോഡൽസായിരുന്നു. കുഞ്ഞു കമ്മൽ തൊട്ട് വലിയ കമ്മൽ വരെ ഉണ്ട്. എല്ലാ മോഡലും ജിമിക്കീസ് അതൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതെല്ലാം വെസ്റ്റേൺ വിയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ്. ബട്ടർഫ്ലൈയുടെ മോഡല് കണ്ടോ, ക്യൂട്ടായിട്ടുണ്ടല്ലേ. എല്ലാം 40 രൂപയാണ്. അടിപൊളി പീസസ്സാണ് കണ്ടോ, വെറൈറ്റി പീസസ്സാണ്. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസൊക്കെ കൊള്ളാം. സ്ട്രീറ്റിൽ വിൽക്കുകയാണെങ്കിലും 40 രൂപയ്ക്ക് നല്ലതാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുറച്ച് സെറ്റ് പിന്നും പിന്നെ ഒരു മിററും പിന്നെ കുറച്ച് സ്ലൈഡും എൻ്റെ വീട്ടിലെത്തിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും മേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം പോകുന്നത് ഒരു സ്ഥലമാണ് ബാബു സ്റ്റോറിൽ പണ്ടൊക്കെ നല്ല റേറ്റായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് അഫോർഡ് ചെയ്യണ റേറ്റിനുണ്ട്. ഈ സ്ലൈഡൊക്കെ 50 രൂപ. പിന്നെ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒത്തിരി സാധനം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരു സിംഗിൾ പീസ് സ്ലൈഡ് എടുക്കണമെങ്കിൽ 250 ഒക്കെ ആവുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യണ റേറ്റിന് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഗിഫ്റ്റ് ഐറ്റംസാണ്. ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് എടുക്കാൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റിന് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിന് ഇങ്ങനെ വലിച്ച് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പൊട്ടി. പക്ഷേ അവിടുത്തെ ആൻറ്റി ഒന്നും കാര്യമാക്കിയില്ല. കുഴപ്പമില്ല, കുഞ്ഞല്ലേ പോട്ടെന്ന്. ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഞങ്ങളിത് പൈസയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. സാരമില്ല, കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും സന്തോഷമായപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വയലൻസും ആയി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അന്നത്തെ ദിവസം നമ്മുടെ എൻജോയ് ചെയ്ത് ഞാനിതാ റിട്ടേൺ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അടിപൊളി ഒരു മെമ്മറീസ് ആയിരുന്നു അവളുടെ കൂടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.